ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഈ ഞാനുമിരിക്കും. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഈ ഞാനുമിരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. മാലാഖനിരതൻ സ്തുതി സാഗരത്തിൽ എൻ സ്വരമരുവിയാൽ ചേരും. മാലാഖനിരതൻ സ്തുതി സാഗരത്തിൽ എൻ സ്വരമരുവിയാൽ ചേരും. നൈരാശ്യവനിൽ പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും. നൈരാശ്യവനിൽ പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഇന്ന് മെയ് മാസം 5-ാം തീയതി നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സമർപ്പണത്തെക്കുറിച്ചാണ്. ഈ മെയ് മാസം മുഴുവനും പരിശുദ്ധ അമ്മയിൽ തിളങ്ങി വിളങ്ങിയ ഓരോരോ ദൈവിക പുണ്യങ്ങളെക്കുറിച്ചും ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓരോരോ രക്ഷാകര സംഭവങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ മെയ് മാസ വണക്കത്തിൽ പ്രത്യേകമായിട്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഭാഷയിൽ ഇത് ശരിക്കും ഒരു ആത്മീയ ഭക്ഷണമാണ്. നമ്മുടെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുന്ന വലിയൊരു സ്പിരിച്വൽ ഫുഡ്. ഇന്ന് നമ്മളെ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സമർപ്പണത്തെക്കുറിച്ചാണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അതിൽ തന്നെ 3 കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഒന്നാമതായിട്ട് പരിശുദ്ധ ദൈവമാതാവ് സർവേശ്വരന് തന്നെ തന്നെ സമർപ്പിച്ചു. രണ്ടാമതായി പരിശുദ്ധ അമ്മ തന്നെ തന്നെ മുഴുവനായി സമർപ്പിച്ചു. മൂന്നാമതായിട്ട് പരിശുദ്ധ ദൈവമാതാവ് എന്നേക്കുമായി തന്നെ സമർപ്പിച്ചു. ഒന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മ ദൈവപിതാവിന് തന്നെ തന്നെ സമർപ്പിച്ചതിനെക്കുറിച്ചാണ്. നമുക്കറിയാം 3 വയസ്സുള്ള ദൈവമാതാവിനെ യോവാക്കീം അന്ന മാതാപിതാക്കൾ ദേവാലയത്തിൽ കൊണ്ട് ചെന്നാക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവ് പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ടാണ് ഈ ദേവാലയ ശുശ്രൂഷ ആരംഭിക്കുന്നത്. നമുക്കറിയാം, നമ്മളും മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. ഈ മരിയൻ ഉടമ്പടിയെടുത്ത് നിങ്ങൾ ഇവിടെ ഉടമ്പടി സമർപ്പണ പ്രാർത്ഥന, ഉടമ്പടി പ്രഖ്യാപനം ചൊല്ലി പ്രാർത്ഥിക്ക് ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ എന്തുമാത്രം തീഷ്ണതയോടുകൂടിയിട്ടാണ് ഈ ഉടമ്പടി നിബന്ധനകളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ മുൻകൈ എടുക്കുന്നത് എന്ന് ഒരു മനനം ഈ ഒരു സമയത്ത് ഏറ്റവും ഉചിതമാണ്. കാരണം നമ്മൾ എല്ലാവരും തന്നെ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്.
പരിശുദ്ധ ദൈവമാതാവ് ദേവാലയത്തിൽ ദൈവപിതാവിന് തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ മാതാപിതാക്കളെ വിട്ടുപിരിയുന്ന ആ വേദനയോ ഈ തൻ്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തെ പറ്റിയോ ഒരു ആകുലതയും ദൈവമാതാവിന് ഉണ്ടായിരുന്നില്ല. കാരണം അവൾ തന്നെ തന്നെ പൂർണ്ണമായി സന്തോഷത്തോടു കൂടിയിട്ടാണ് ദൈവത്തിന് സമർപ്പിക്കുന്നത്. നമ്മളും മരിയൻ ഉടമ്പടിയെടുത്ത് ഈ ആലയത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ചിലവരെങ്കിലും ഈ മരിയൻ ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിക്കുന്നതിൽ ഇന്നാകട്ടെ നാളെ ആകട്ടെ കാരുണ്യപ്രവൃത്തികൾ ഇനി 2 ആഴ്ച, ചിലപ്പോൾ ഇന്ന് ഈ ആഴ്ച ചെയ്തിട്ടില്ല, അത് 2 കൂടി ഒന്നിച്ച് ചെയ്തേക്കാം എന്നൊക്കെ ചിന്തിച്ച് ആ ഉടമ്പടി അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ താമസിപ്പിക്കുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവത്തിലേക്ക് തിരിയാൻ നാളെ നാളെ എന്ന് നിങ്ങൾ നീട്ടിവെക്കരുത്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 55-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവ് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ നമ്മൾ അവിടുത്തെ സാമീപ്യം തേടി മുന്നേറണം. അതിനാണ് ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛൻ മരിയൻ ഉടമ്പടി ക്ലാസ്സിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ മരിയൻ ഉടമ്പടി എടുത്ത് പോകുമ്പോൾ തിടുക്കത്തിലാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. തീക്ഷ്ണതയുള്ളവരായി, അതായത് ദൈവസ്നേഹത്താൽ ജ്വലിച്ച് തീക്ഷ്ണതയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഓരോരോ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. ദൈവമാതാവ് 3 വയസ്സിലാണ് ഈ ഒരു തീക്ഷ്ണത ദേവാലയ ശുശ്രൂഷയ്ക്കായി മാതാപിതാക്കൾ ഈ കുഞ്ഞു മാതാവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുമ്പോൾ ദൈവമാതാവ് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ ഒരു സമർപ്പണം ഏറ്റെടുത്ത് മുന്നോട്ടുള്ള തൻ്റെ ജീവിതം നയിക്കുന്നത്. നമ്മളും മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ ഈ പരിശുദ്ധ ദൈവമാതാവിനുണ്ടായിരുന്ന ആ ഒരു തീക്ഷ്ണത ലഭിക്കുവാൻ പ്രത്യേകമായിട്ട് നമുക്കും ദൈവമാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് പരിശുദ്ധ ദൈവമാതാവ് തന്നെ തന്നെ മുഴുവനായി ദൈവത്തിന് സമർപ്പിച്ചു. വണക്കത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിച്ചു കേൾക്കാൻ പോകുന്നത്: തൻ്റെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടാണ് ദൈവമാതാവ് ദേവാലയ ശുശ്രൂഷയിൽ മുഴുകിയിരുന്നത് എന്നതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് അവിടെ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കണം. ഇത്തരത്തിൽ ദൈവസ്നേഹം വന്നു നിറയുന്ന മക്കളാണ് തിടുക്കത്തിൽ ഈ അൾത്താരയിൽ വന്ന് വലിയ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. ചില വ്യക്തികൾ മാത്രമാണ് പറയുന്നത്, ഞങ്ങൾ ഉടമ്പടി നിബന്ധനകളൊന്നും പാലിച്ചില്ലെങ്കിലും ദൈവമാതാവ് പ്രത്യേകമായിട്ട് ഞങ്ങളെ കനിഞ്ഞനുഗ്രഹിച്ചത്. അത് ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്. നമുക്കറിയാം, അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ 2ാമത്തെ പാർട്ടാണ് ഈ അനുഗ്രഹങ്ങൾ നിലനിൽക്കുക എന്ന് പറയുന്നത്. ഈ നിലനിൽക്കുന്ന അനുഗ്രഹം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വചനം നമുക്ക് പറഞ്ഞു തരുന്നൊരു ഫോർമുല ഇതാണ്: നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. അതാണ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഗോതമ്പ് മണി അത് നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതിന് ഫലം പുറപ്പെടുവിക്കാൻ സാധ്യമല്ല. അതായത് ഈ ലോക ജീവിതത്തിൽ തൻ്റെ ജീവിതത്തെ ദ്വേഷിക്കുന്നവർക്കാണ് നിത്യജീവൻ അവകാശമാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇവിടെ വലിയ വലിയ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്ന വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവർ മഴയും വെയിലും അവരുടെ ജീവിതത്തിലെ കാലാവസ്ഥകളൊന്നും വകവയ്ക്കാതെ ദൈവസ്നേഹത്തെ പ്രതി ഇറങ്ങി തിരിച്ചവരാണ് വലിയ സാക്ഷ്യങ്ങൾ ഈ അൾത്താരയിൽ പങ്കുവച്ചിട്ടുള്ളത്. അവസാനം അവർ കൂട്ടിച്ചേർക്കുന്ന ഒരു വാക്കുണ്ട്: ഞാൻ മരണം വരെ ഉടമ്പടിയിൽ നിലനിൽക്കും, നിത്യതയാണ് എൻ്റെ ലക്ഷ്യമെന്ന്. ഒരുപാട് അക്രൈസ്തവ സഹോദരങ്ങളും കൂടിയാണ് ഇങ്ങനൊരു സാക്ഷ്യം ഈ അൾത്താരയിൽ പങ്കുവച്ചിട്ടുള്ളത്.
മൂന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധ അമ്മ എന്നേക്കുമായി തന്നെ സമർപ്പിച്ചു. എന്നേക്കുമായി സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ച കാലമൊക്കെയും ആ കൃപയിൽ നിലനിന്നുകൊണ്ട് സ്ഥിരതയോടെ ദൈവസ്നേഹത്തിൽ മുന്നേറി ദൈവപിതാവിൻ്റെ ഇഷ്ടം അനുവർത്തിച്ചവളാണ് ദൈവമാതാവ്. നമ്മളും ഇതേപോലെ മരിയൻ ഉടമ്പടി എടുത്ത് മുന്നേറുമ്പോൾ എപ്പോഴും തീക്ഷ്ണതയിൽ മാന്യമൊന്നും കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാനാണ് ഒരു പ്രത്യേക ക്ഷണം ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വിശുദ്ധ പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ, 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 10-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ നിങ്ങൾ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ, എങ്കിൽ നിങ്ങൾ വീണു പോവുകയില്ല. നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ഈ പ്രവൃത്തികൾക്ക് ഒത്ത പ്രതിഫലമാണ് നമ്മളുടെ മരണം കഴിഞ്ഞ് നമുക്ക് നിത്യതയിൽ അവകാശമാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് നിങ്ങൾ അക്ഷയത്വവും ബഹുമാനവും മഹത്വവും അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. റോമാ 2:6 തിരുവചനമാണ്. അതായത് സൽക്കർമ്മങ്ങളിൽ സ്ഥിരതയോടെ നിന്നുകൊണ്ട് അക്ഷയത്വവും ബഹുമാനവും മഹത്വവും നിങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ, കാക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. നമുക്കറിയാം, നമ്മളൊക്കെ ഒത്തിരി ഭാഗ്യം ചെയ്തവരാണ്. മരിയൻ ഉടമ്പടിയിലൂടെ ഇന്നേ വരെ കൈയെറിഞ്ഞ് മനസ്സെറിഞ്ഞ് ഒരു സഹായം മറ്റുള്ളവർക്ക് ചെയ്യാത്ത ഒത്തിരിയേറെ മക്കളാണ് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുക വഴി ഒത്തിരിയേറെ കൃപാവര പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തികളിലൂടെ മറ്റുള്ളവർക്ക് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയം, ഉടമ്പടി കാലയളവ് ഒരു 90 ദിവസം മാത്രമല്ല നിങ്ങളിത് അനുവർത്തിക്കേണ്ടത്. തിരുവചനം പറയുന്നത് പ്രകാരമാണ്: സൽക്കർമ്മങ്ങളിൽ സ്ഥിരതയോടെ നിലനിന്നാൽ. സ്ഥിരതയോടെ നിലനിന്നാൽ എന്ന് പറയുമ്പോൾ അന്ത്യം വരെയും, നിങ്ങളുടെ അവസാന ശ്വാസം എടുക്കുന്നത് വരെയും നിങ്ങൾക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു നന്മ, അത് ഈശോയുടെ നാമത്തെ പ്രതി മറ്റുള്ളവർക്ക് ചെയ്യാൻ ഉടമ്പടിയിലൂടെ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ദേവാലയത്തിലെ സമർപ്പണ നടപടിയെക്കുറിച്ചും പരിശുദ്ധ അമ്മ ജീവിച്ചു തീർത്ത സമർപ്പണ ജീവിതത്തെക്കുറിച്ചും നമ്മൾ ധ്യാനിക്കുമ്പോൾ മരിയൻ ഉടമ്പടിയിൽ മുന്നേറുന്ന നമുക്കും ഈ ഒരു വലിയ സമർപ്പണ ജീവിതത്തിലേക്കുള്ള വലിയൊരു വിളി ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് മനനം ചെയ്ത് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി സ്വർഗത്തിൽ കൂടുതൽ സ്ഥാനമുള്ളവരാകാൻ ഈ വണക്കവായന നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ.